ഹലോ, നവരാത്രി ആയിട്ട് ഇന്നൊരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഞാൻ റാഗിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ അരക്കപ്പ് റാഗി പാനിലിട്ടിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് നട്ട്സ് പൊടിച്ചത് ചേർക്കുകയാണ്. നട്ട്സിൻ്റെ കൂടെ 2 ഏലക്കായുടെ കുരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. കുറച്ചും കൂടി ഹെൽത്തിയും ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അതിനുശേഷം പാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പനങ്കൽക്കണ്ടം അലിയിച്ചത് അതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ വെറുതെ വെള്ളം ചൂടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം, ശർക്കര ചേർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പനങ്കൽക്കണ്ടം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പനങ്കൽക്കണ്ടമാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതുപോലെ ആക്കിയെടുത്തിട്ട് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ആവിയിൽ വേവിച്ചെടുക്കണം. പിന്നെ 1 കപ്പ് വെള്ളത്തിലേക്ക് 1/4 കപ്പ് ശർക്കരയുടെ പൊടി ഇട്ടിട്ട് ഞാൻ അലിയിച്ചെടുത്തതാണ് ഇത്. അതിലേക്ക് നമ്മുടെ ബോൾസ് വെന്തത് ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക. 1 കപ്പ് വെള്ളം എടുക്കുന്നത് എന്താണെങ്കിൽ ഈ ബോൾസ് ആ വെള്ളത്തിൽ കിടന്ന് നന്നായി വറ്റി വരണം. അപ്പോഴാണ് ആ മധുരമൊക്കെ അതിലേക്ക് പിടിക്കുക. അപ്പോൾ അതാ ഇതുപോലെ നമ്മുടെ ആവശ്യത്തിന് വറ്റി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. നമുക്ക് മധുരം കഴിക്കുമ്പോഴത്തെ ഒരു മട്ടിപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടതിൽ ഇതിൽ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്